രാജ്യം ഒന്നാകെ നടുങ്ങിയ ഒരു വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് ഇനി വാർത്താ മഴ കടക്കുന്നത്. ഹാത്രാസ് ദുരന്തത്തിൽ മരണസംഖ്യ 121ആയി. നിരവധി പേർ ഇപ്പോഴും പരിക്കേറ്റ് ചികിത്സയിലാണ്. സംഭവത്തിൽ ഉത്തർപ്രദേശ് സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വ്യക്തമാക്കി. അതേസമയം കേസെടുത്തതിന് പിന്നാലെ സത്സംഗം സംഘടിപ്പിച്ച ഭോലെ ബാബ ഒളിവിൽ പോയി. വിവാദ ആൾ ദൈവത്തിന്റെ സുരക്ഷാ ജീവനക്കാർ ആളുകളെ തള്ളി മാറ്റിയതാണ് അപകട കാരണമായതെന്ന് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റും റിപ്പോർട്ട് നൽകി. ചെവിയെന്ന് കൂർപ്പിച്ചാൽ ഇപ്പോഴും ഇവിടെ നിന്ന് അലറിവിളികൾ കേൾക്കാം. പ്രാണവായു ലഭിക്കാതെ പിടഞ്ഞു വീണ നൂറുകണക്കിന് ആൾക്കാരുടെ നിലവിളികൾ. ഒന്നിനു പുറകെ ഒന്നായി ട്രാക്ടറിലും ലോറികളിലും ആശുപത്രിയിലേക്ക് എത്തിച്ച മൃതദേഹങ്ങൾ. മോർച്ചറി നിറഞ്ഞതോടെ വരാന്തയിലും മുറ്റത്തുമെല്ലാം മൃതദേഹങ്ങൾ കിടത്തിയിരുന്നു. അലമുറയോടെ അതിൽ ഉറ്റവരെ തിരയുന്നവർ. സമീപകാലത്ത് കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിൻ്റെ ഞെട്ടലിൽ രാജ്യത്തിൻ്റെ നടുക്കം ഇനിയും മാറിയിട്ടില്ല. മുൻ IB ഉദ്യോഗസ്ഥനെന്നാണ് സൂരജ് പാൽ എന്ന ഭോലെ ബാബ അവകാശപ്പെടുന്നത്. കോവിഡ് കാലത്തും ആയിരങ്ങളെ പങ്കെടുപ്പിച്ച സത്സംഗങ്ങൾ സംഘടിപ്പിച്ച വിവാദങ്ങൾ ഉണ്ടാക്കിയ ആൾ. എൻ്റെ പുറകിൽ കാണുന്ന ഈ വേദിയിൽ 80,000 ആളുകൾക്ക് പങ്കെടുക്കാനാണ് അനുമതി. ഇരച്ചെത്തിയത് 2 ലക്ഷത്തിലധികം മനുഷ്യർ. തിരക്ക് നിയന്ത്രിക്കാൻ ഒരു മുൻകരുതലും സ്വീകരിച്ചില്ല എന്നത് പകൽ പോലെ വ്യക്തം. പ്രഭാഷണം കഴിഞ്ഞ് ഭോലെ ബാബ വേദി വിട്ടിറങ്ങിയപ്പോൾ ജനക്കൂട്ടം ആ ആൾ ദൈവത്തിനു നേരെ പാഞ്ഞെടുത്തു. ഭോലെ ബാബയുടെ വാഹനം പുറത്തേക്ക് വന്നപ്പോൾ പാഞ്ഞെടുത്ത ആളുകളെ അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ഭടന്മാർ തള്ളിമാറ്റി. പേടിച്ച് ആൾക്കൂട്ടം ചിതറിയോടിയതോടെ റോഡരികിൽ നിന്ന നിരവധി ആളുകൾ ഈ കാണുന്ന ചെളി നിറഞ്ഞ പാടത്തിലേക്ക് ഒന്നിനു മുകളിൽ ഒന്നൊന്നായി വഴുതി വീണു. ചതുപ്പിൽ പുതഞ്ഞ മൃതദേഹങ്ങളും വാരിയെടുത്ത നാട്ടുകാർ സമീപത്തെ ആശുപത്രിയിലേക്ക് പോയി. പലരും സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചിരുന്നു. ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനാകാത്തവരും ഏറെ. പ്രതീക്ഷയോടെ ഉറ്റവരെ തേടി ആശുപത്രിയിലെത്തിയ പലരും കണ്ണീരോടെ മടങ്ങി. സംഭവത്തിന് പിന്നാലെ ഭോലെ ബാബ ഒളിവിൽ പോയി. പരിപാടിയുടെ സംഘാടകർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചെന്ന ഗുരുതര വകുപ്പും ഇവർക്കുമേൽ ചുമത്തി. അപകടം നടന്നതിന് പിന്നാലെ ദുരന്തബാധിതരുടെ ചെരുപ്പും മറ്റു വസ്തുക്കളും നശിപ്പിക്കാൻ ഇവർ ശ്രമിച്ചിരുന്നു. വിശ്വാസം അന്ധവിശ്വാസത്തിലേക്ക് കടക്കുമ്പോൾ ഉണ്ടായ കൂട്ടക്കുരുതികൾ ഒരുപാടുണ്ട് നമുക്കിടയിൽ. ഹത്രസിൽ സംഭവിച്ചതും ഇതുതന്നെ. ഭോലെ ബാബയുടെ പേര് പോലും പരാമർശിക്കാത്ത FIRൽ മരിച്ചവർക്കുള്ള നീതി ലഭിക്കുമോ എന്ന ചോദ്യമാണ് ഈ ദുരന്ത ഭൂമിയിൽ നിന്നും ഉയരുന്നത്. ഹത്രസിൽ നിന്നും ക്യാമറമാൻ ജോഗേഷ് സിംഗിനോടൊപ്പം R. അച്യുതൻ, 24. ഈ ഭോലെ ബാബയുടെ ആശ്രമം ഇപ്പോൾ ഒരു വിശദീകരണ കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. അതിലിങ്ങനെയാണ് പറയുന്നത്: ഉത്തർപ്രദേശിലെ ഹാത്രസിൽ തിക്കിലും തിരക്കിലും പെട്ട് 121 പേർ മരിച്ച സംഭവത്തിൽ ഒരു ന്യായീകരണമാണ് ഈ വാർത്താക്കുറിപ്പിൽ ആൾ ദൈവം ഭോലെ ബാബ മുന്നോട്ട് വയ്ക്കുന്നത്. താൻ വേദി വിട്ട് ഏറെ നേരം കഴിഞ്ഞാണ് ദുരന്തമുണ്ടായത്. പിന്നിൽ സാമൂഹ്യ വിരുദ്ധരാണെന്നും ഈ ഭോലെ ബാബ വിശദീകരിക്കുന്നു. മരിച്ചവരുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നുണ്ട്. നിയമ നടപടിക്ക് സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ AP സിംഗിനെ ചുമതലപ്പെടുത്തിയതായും ഈ വാർത്താക്കുറിപ്പിൽ ഈ ആൾ ദൈവം ഇപ്പോൾ വിശദീകരിക്കുന്നുണ്ട്.